തിരുവനന്തപുരം വർക്കലയിൽ വിദേശ വനിതയ്ക്ക് നേരെ യുവാവിന്റെ ലൈംഗികാതിക്രമം. റഷ്യൻ യുവതിക്ക് നേരെ അക്രമി നഗ്നതാ പ്രദർശനം നടത്തുകയായിരുന്നു. ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അനസിനെ പോലീസ് പിടികൂടി. സനീറ്റ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സനീറ്റ, ടൂറിസ്റ്റുകൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമം വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ചും വർക്കല പോലൊരു നഗരത്തിൽ ഈ പിടികൂടിയ പ്രതിക്ക് ഇതൊരു സ്ഥിരം പരിപാടിയാണോ, ഈ നഗ്നതാ പ്രദർശനമൊക്കെ? പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്താണ്? ഇന്നലെ വൈകുന്നേരം 4 മണിയോടെയാണ് ഇത്തരത്തിൽ വർക്കലയിൽ ഒരു വിദേശ വനിതയ്ക്കെതിരെ ഇത്തരത്തിൽ ഒരു നഗ്നതാ പ്രദർശനം നടത്തിയത്. ഇതിൽ ഇപ്പോൾ പ്രതിയായ അനസ് 38 പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം ഈ വിദേശ വനിത വർക്കലയിലുള്ള ഒരു റിസോർട്ടിൽ താമസിക്കുകയായിരുന്നു. തുടർന്ന് ബീച്ചിലേക്ക്, അത് വിനോദസഞ്ചാരിയാണ്, ബീച്ചിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇത്തരത്തിൽ ഈ പ്രതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു അതിക്രമം നടത്തിയത്. സ്ത്രീക്കെതിരെ നഗ്നതാ പ്രദർശനം നടത്തുകയായിരുന്നു. തുടർന്ന് സ്ത്രീ പോലീസിൽ പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ശാരീരികമായി ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വളരെ സാഹസികമായാണ് ആ വിദേശ വനിത അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത്. തുടർന്ന് ആ വിദേശ വനിത വർക്കല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. അന്നേ ദിവസം തന്നെ, ഇന്നലെ ഈ സംഭവം നടന്ന ദിവസം തന്നെ ഇദ്ദേഹം രാത്രിയോടെ ഒരു വയോധികയ്ക്ക് നേരെയും ഇത്തരത്തിൽ ഒരു അതിക്രമം നടത്തിയിരുന്നു. ആ വയോധിക തുടർന്ന് ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. അത്തരത്തിൽ ഇന്നലെ തന്നെ ചിറയൻകീഴ് പോലീസ് ഇദ്ദേഹത്തെ പിടികൂടുകയായിരുന്നു. അപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം, ഇദ്ദേഹത്തിന് ഇതൊരു സ്ഥിരം ഒരു ഇത്തരത്തിലൊരു അതിക്രമങ്ങളൊക്കെ ഇദ്ദേഹം സ്ഥിരം നടത്തുന്നതാണ്. സ്ഥിരം ഒരു കുറ്റവാളിയാണ്. നിരവധി കേസ് ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട്. എല്ലാ തരത്തിലും ഒരു ലൈംഗിക അല്ലെങ്കിൽ ഇത്തരത്തിൽ മനോഭാവം, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ അനസ് എന്ന് പറയുന്നത്. എന്തായാലും നിലവിൽ ഇദ്ദേഹം ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലായിരുന്നു. കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നേരത്തെ സൈക സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിദേശത്തു നിന്നും എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് നിരവധി പ്രശ്നങ്ങൾ ഇതുപോലെ സമീപകാലത്ത് നേരിട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ശക്തമായ നടപടിക്ക് തന്നെയാണ് ഇപ്പോൾ പോലീസ് വഴിയൊരുക്കിയിരിക്കുന്നത്. സരിക. ശരി, തിരുവനന്തപുരത്ത് നിന്ന് സനീറ്റയാണ് വിവരങ്ങൾ നൽകിയത്.